ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പെരിയാരത്ത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്റ്റെറിലൈസേഷൻ സയൻസ് പ്രോഗ്രാം നടന്നു. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് നടന്ന പ്രോഗ്രാം ടെക്നിക്കൽ ഇൻചാർജ് വി മല്ലേശൻ സ്വാഗതം പറഞ്ഞു. മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ കെ സുദീപ് MT അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷീബ ദാമോദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സജി പി, ഡോക്ടർ മനോജ് DK, ഡോക്ടർ KP മനോജ് കുമാർ, ഡോക്ടർ കൽപ്പന, മിസ് ലൂസി എന്നിവർ സംസാരിച്ചു. റോസിൽ ജോസ് നന്ദി പറഞ്ഞു. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക്, ഡോക്ടർമാർക്കും പിന്നെ സ്റ്റാഫ് നഴ്സ് എല്ലാവർക്കും നമ്മൾ ഇന്ന് CST ഓപ്പൺ ഡേ ആണ്. അവരെല്ലാം നമ്മളോട് കഥ പറയുകയോ അഭിനയിച്ച് കാണിക്കുകയോ ചെയ്യും. നമ്മുടെ ആശുപത്രി മലബാർ മേഖലയിൽ കോഴിക്കോട് വിട്ടു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ്. ഒരു സെക്ഷൻ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ ഒന്നുകൂടെ ഊർജിതമാക്കാനും അവരുടെ പ്രവർത്തനത്തെ നമുക്ക് അവർക്ക് മികച്ച പരിഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ ഇത്രയും എപ്പോഴും സ്റ്റെറിലൈസേഷൻ എന്ന ഒരു നമുക്കെല്ലാവർക്കും അതില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന വിപത്തുകളിൽ നിന്നും അന്തരീക്ഷത്തിൽ മാത്രമേ നമ്മൾ ഏതൊരു സർജിക്കൽ പ്രൊസീജിയറും, പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്തായി പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം ഇവിടുത്തെ പേഷ്യൻ്റ് ടേൺ ഓവർ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സർജിക്കൽ ഏതൊരു ആശുപത്രിയുടെ നട്ടലാണ് CSSD എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ ചേർന്ന കാലം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ പരിപാടികളിലും മലേഷ്യൻ എന്നെ വിളിക്കുകയും അതിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. To be part of this day marking the celebration of International Day of Sterilization Sciences, and today we are acknowledging the activities of Mr. Malleshan and his team of this department behind the scenes, as already the other speakers have mentioned. നമ്മുടെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മറ്റ് ആശുപത്രികളെ അപേക്ഷിച്ച് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്, CSSD എന്ന പേരിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളതാണ്. ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കായാലും മറ്റ് പ്രധാന വൈറ്റലായിട്ടുള്ള എല്ലാ ഇടങ്ങളിലേക്കും വേണ്ടുന്ന ഉപകരണങ്ങൾ പൂർണ്ണമായും അണുവിമുക്തമാക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും CSSD വിഭാഗത്തിലുണ്ട്. ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാകട്ടെ, മറ്റ് ചില പ്രൊസീജിയറൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാകട്ടെ, എല്ലാം തന്നെ നമ്മുടെ CSSD വിഭാഗത്തിൽ വെച്ച് അണുവിമുക്തമാക്കിയതിന് ശേഷമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു റിസ്ക് നമ്മുടെ ആശുപത്രിയിൽ വളരെ തുച്ഛമാണ്, തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. ഒരു വേൾഡ് ലെവലിലുള്ള ഒരു അതായത് മോഡേൺ ആയിട്ടുള്ള ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ വരുന്ന സമയത്ത് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യഥാർത്ഥ കാലത്ത് വേണ്ടുന്ന ഈ രംഗത്തുണ്ടാകുന്ന എല്ലാ മുന്നേറ്റങ്ങളും അതേപടി ഇവിടെ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ CSSDയുടെ ചുമതല വഹിക്കുന്ന ശ്രീ മല്ലേശൻ, അദ്ദേഹം ഇതിനെപ്പറ്റി പഠിക്കുന്ന ആളാണ്. തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിലാകട്ടെ എല്ലാം തന്നെ അങ്ങേയറ്റം പിന്തുണ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്, ഉപകരണങ്ങൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ ആശുപത്രി വികസന സമിതി ഇത്തരം ഉപകരണങ്ങൾ വാങ്ങിച്ച് നൽകാറും അതിൻ്റെ മെയിൻ്റനൻസിനുള്ള നടപടികൾ സ്വീകരിക്കാറുമുണ്ട്. വളരെയധികം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷം ഇവിടുത്തെ രോഗികളുടെ ബാഹുല്യം ഗണ്യമായി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സർജിക്കൽ, അതുപോലെ തന്നെ അവർ തന്നെ പലരും ഇവിടെ വരുന്നത് സർജറിയുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പല രോഗികളും വരുന്നത്. കാരണം എന്ന് പറയാം, നമുക്ക് ഗവൺമെൻറ് സെക്ടറിൽ സർജറിയുടെ ചാർജ് തുച്ഛമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സർജിക്കൽ ഉപകരണങ്ങളുടെ ലഭ്യത
അൺഇൻട്രപ്റ്റഡായി ലഭ്യമാക്കേണ്ടതിൻ്റെ ചുമതല അദ്ദേഹം വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോകുന്നു. വളരെ പ്രശംസനീയമായ ഒരു കൃത്യമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏത് കാര്യത്തിനും പുതിയ ഏതൊക്കെ ടെക്നോളജിയാണ് അതിനനുസരിച്ചിട്ട് അപ് ടു ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ തന്നെയാണ് നമ്മുടെ CSSD ഇൻചാർജ് മല്ലേഷൻ പല സമയങ്ങളിലും നമുക്ക് നമ്മളിപ്പോൾ എപ്പോഴും DMEയിലേക്ക് നമ്മുടെ ഇയർലി ഇൻറ്റൻ്റൊക്കെ കൊടുക്കുമ്പോൾ ആ തരത്തിൽ ഇപ്പോൾ ആക്ച്വലി 1 കോടി വരെ വിലയുള്ള ഒരു ഉപകരണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും പ്രോസസ്സസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് അത് മേടിച്ചത് എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മൾ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്ക് ഒരു ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ട നല്ല ലെവലിലുള്ള ഒരു സിസ്റ്റം തന്നെ നമുക്ക് കിട്ടി. 24 വർഷമായി. 24 വർഷമായിട്ട് നമ്മൾ എന്താ ഈ 24 വർഷം കൊണ്ടുണ്ടായ ഡെവലപ്മെൻറ്റ്സ് എന്താണ് ഈ ഒരു മേഖലയിൽ? നമ്മൾ 2003 പുതിയ സിസ്റ്റം തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ശേഷം എല്ലാം പുതിയതായിട്ട് എല്ലാ മെഷീനും വാങ്ങുന്നു. നേരത്തെ പഴയ മെഷീനായിരുന്നു, ആ മെഷീനെല്ലാം മാറ്റിയിട്ട് പുതിയ ന്യൂ ടെക്നോളജി മെഷീൻ വാങ്ങിച്ചു. എല്ലാം ഫോറിൻ മെഷീനാണ്. ETO മെഷീനായാലും പ്ലാസ്മ ആയാലും സ്റ്റീം സ്റ്റെറിലൈസേഷൻ പുതിയ മെഷീനാണ്. അപ്പോൾ ഈ പുതിയ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇത്രയും ഡെവലപ്പ് ചെയ്തെടുത്ത് ഈ 24 കൊല്ലമായിട്ട് നമുക്ക് പ്ലാസ്മ സ്റ്റെറിലൈസർ, ETO ഉണ്ട്, സ്റ്റീമുണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഡിസിൻഫെക്ടർ ഉണ്ട്, ഡ്രൈ ക്യാബിനറ്റ് ഉണ്ട്, അൾട്രാസോക്കുലറുണ്ട്, ക്ലീനറുണ്ട്. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന 30 ജീവനക്കാരും വെൽ ട്രെയിൻഡാണ്. വെൽ ട്രെയിനുള്ള പീപ്പിളാണ് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീജിയറൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ CSD ഫങ്ഷണൽ ആക്ടിവിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിലും വാർഡുകളിലും ശസ്ത്രക്രിയ ചെയ്യുന്ന, ഡ്രസ്സിങ് ചെയ്യുന്ന പേഷ്യൻറ്റിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തിരിച്ചെടുക്കുകയും അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി ഓയിൽ ലൂബ്രിക്കേഷൻ ചെയ്ത് ഇൻസ്പെക്ഷൻ, ടെസ്റ്റിംഗ് ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അസംബ്ലി ആൻഡ് പാക്കിംഗ്, സ്റ്റെറിലൈസേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് ശാസ്ത്രപരമായും സാങ്കേതികപരമായും ചെയ്യുന്നത്. ഇതുവരെ ഇത്രയും ഈ 24 കൊല്ലമായിട്ട് ഒരു ഇൻഫെക്ഷൻ പോലും നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഫോറിൻ മെഷീനാണ്. ഇത് ഇന്ത്യ മെഷീനാണ്, ഇതെല്ലാം ഫോറിൻ മെഷീനാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? സാർ ഈ മെഷീൻ പറയുന്നത് ഇത് സ്ലൈഡിംഗ് ഡോറാണ്. ഇത് വന്നിട്ട് ചെക്കറിബിൾ മെഷീനാണ്, ഫോറിൻ മെഷീനാണ്, AAA കമ്പനിയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലോഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെഷീൻ ഓഫ് ആകുന്ന ഒന്നും ചെയ്യേണ്ട, മെഷീൻ സൂപ്പർവൈസ് ചെയ്താൽ മതി. അങ്ങനെ ഒരു അഡ്വാൻറ്റേജാണ് ഈ മെഷീൻ. ഇപ്പോൾ വളരെ ചുരുക്കിയ ഹോസ്പിറ്റലിൽ ഉള്ളതാണ്. ഇത് പ്ലാസ്മ റീലാണ്. ഇത് പ്ലാസ്മ റീലാണ്. ഇത് നമുക്ക് പിന്നെ ഇതാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ സയൻസ്, അതായത് അതൊരു വലിയ ഒരു വിഭാഗമാണ് മെഡിക്കൽ കോളേജിൽ, പയ്യന്നൂർ മെഡിക്കൽ കോളേജ്. ഞാനിപ്പോൾ അവിടെയുള്ളത്. എന്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു കൊറോണ സമയത്തൊക്കെ മനുഷ്യരെ ഇത് സ്പ്രെഡാവാതെ സംരക്ഷിച്ചിരിക്കുന്നത് ഒരു പരിധിവരെ ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ വലിയ ഒരു പ്രവർത്തനം കൊണ്ടാണ്. നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുമ്പോഴും അവർ ഈ തലയിലും മുഖത്തൊക്കെ അത് വെച്ച് കെട്ടിയിട്ട് 24 hours അവരിതിനകത്ത് കഴിഞ്ഞിട്ട് ജനങ്ങളെ അത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒരു വിഭാഗമാണ് ഈ സ്റ്റെറിലൈസേഷൻ വിഭാഗം എന്ന് പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ. അതിൻ്റെ ടെക്നിക്കൽ ഇൻചാർജാണ് മല്ലേശൻ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം 24 വർഷമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇവിടുത്തെ പോരായ്മകൾ അറിഞ്ഞുകൊണ്ടും ഇവിടെയുള്ള എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ബെനിഫിറ്റ്സ്, ന്യൂ എക്യുപ്മെൻറ്റ്സ് ടു ഇമ്പോർട്ടൻറ്റ് ഫ്രം അബ്രോഡ്, അതെല്ലാം തന്നെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ആവശ്യമാണെന്നുള്ള രീതിയിൽ അതൊക്കെ കണ്ടെത്തിയിട്ട് ഈ ഒരു വലിയ ഒരു ഹോസ്പിറ്റലിനെ സ്റ്റെറിലൈസ് ചെയ്ത് നിർത്തുന്നതിൽ ഈ മനുഷ്യന് വലിയ ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പം അവിടെ വന്ന് ചികിത്സിച്ചിട്ട് വേഗം തിരിച്ചു പോകുമ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ഇത്തരം ആളുകൾ ധാരാളം ഇവിടെയുണ്ട്. അവരെയൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല. അവരുടെ സേവനങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഇങ്ങനെയുള്ള വലിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇത്തരം മനുഷ്യന്മാർ ഉണ്ട്. നമുക്ക് നിരന്തരം 24 hours സേവനം നടത്തിക്കൊണ്ട് അതാണ് നമുക്ക് മല്ലേശനെ കുറിച്ചിട്ട്, അതുപോലെ ഇവിടെ ഇതിൻ്റെ സ്റ്റാഫും നിരവധിയാണ്, അവരെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാനുള്ളത്.